പുലർച്ചെ 6 മണിയോടെയായിരുന്നു മാക്കൂട്ടം ചുരംപാതയിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് സമീപം ഈ ടൂറിസ്റ്റ് ബസ് കത്തിയത്. വീരാജ്പേട്ടയിൽ നിന്നും ഇരിട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ബിഷാറ ടൂറിസ്റ്റ് ബസ്സാണ് മാക്കൂട്ടം ചുരത്തിലെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് കത്തിയത്. മട്ടന്നൂരിൽ നിന്ന് വീരാജ്പേട്ടയിലേക്ക് കർണാടക സ്വദേശികളായ ആളുകളെ കൊണ്ടുപോയി ഇറക്കി തിരിച്ചു വരുന്നതിനിടയിൽ തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു ബസ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് വളവിൽ തീപിടിച്ചത്. ഈ സമയം ബസ്സിൽ ഡ്രൈവർ കളറോഡ് സ്വദേശി സമീർ, സഹായി മാലൂർ സ്വദേശി സുഹൈൽ എന്നിവർ ഉണ്ടായിരുന്നു. ബസിന്റെ പുറകിലുള്ള ടയർ പൊട്ടുന്ന ശബ്ദം കേൾക്കുകയും ഉടൻ തന്നെ തീ ആളിപ്പടരുകയായിരുന്നുവെന്നാണ് സമീർ പറഞ്ഞത്. സംഭവിച്ചത്, ഞാൻ പാർട്ടിനെ വിരാജ്പേട്ട കൊണ്ട് ഇറക്കാൻ വേണ്ടി പോയി. ഇറക്കി ബസ്സിനെ ഇറക്കി തിരിച്ചു വരുന്ന വിധത്തിൽ തൊട്ടടുത്ത് തന്നെ ടയർ പൊട്ടി. ടയർ പൊട്ടലോട് കൂടിയിട്ട് തന്നെ സ്പാർക്കായി. പിന്നെ വണ്ടി നിർത്തി ഇവിടെ പരമാവധി ശ്രമിച്ച് തീ കണയാൻ, പക്ഷെങ്കിൽ അണഞ്ഞിട്ടില്ല. പാസഞ്ചർ ആരും ഇല്ലൊരു ആർക്കൊന്നും വേറൊന്നും പരിക്കൊന്നും ആയിരിക്കും പറ്റിയിട്ടില്ല. പുറകിലത്തെ ടയറിന്റെ ഉൾഭാഗത്തെ ടയർ പൊട്ടിയത്. തീയും പുകയൊക്കെ ആയിട്ട് ഇതിനുള്ളിൽ ഫുള്ള്. ഫയർഫോഴ്സിനെ അറിയിച്ചത് ഇത് അങ്ങോട്ട് താഴേക്കും മേലേക്കും അന്നേരം വണ്ടി പോയിരുന്നു, ഒരു 3 വണ്ടി. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതിനാൽ ഇതുവഴി വന്ന വാഹനങ്ങളിലെ ആളുകളോട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കാൻ ജീവനക്കാർ പറയുകയായിരുന്നു. ചുരത്തുമ്മൽ ഇപ്പൊ എന്ത് അപകടം നടന്നു കഴിഞ്ഞാലും പോലീസ് ആയാലോ മറ്റേ ഫയർഫോഴ്സ് ആയാലും എത്തണമെങ്കിൽ കുറച്ച് ഒന്നാമത് റേഞ്ചിന്റെ പ്രശ്നം, അതുപോലെ വീരാജ്പേട്ടെന്ന് ഫയർഫോഴ്സ് വരണം. ആ കാലതാമസം കൊണ്ട് ബസ് പൂർണ്ണമായി കത്തി നശിച്ചു. ആളുകൾക്ക് അപകടങ്ങളൊന്നുമില്ല, സഹായിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല. വാഹനം ഫുള്ള് കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഫയർഫോഴ്സിൽ എത്താൻ കഴിയില്ല. പുതിയ ടയർ വാങ്ങിയിട്ട് 10 ദിവസമായില്ല. ടയർ MRF ടയർ വാങ്ങിയിട്ട് 10 ദിവസമായില്ല. ടയറിലും പുതിയ ടയർ ഇട്ടതാ. ഏകദേശം 1 മണിക്കൂറോളം ബസ് കത്തിയപ്പോഴാണ് ഇരിട്ടിയിൽ നിന്നും ഗോണിക്കുപ്പയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയത്. അപ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തിയിരുന്നു. നീർവേലി സ്വദേശി 1 മാസം മുൻപാണ് കത്തിയ ടൂറിസ്റ്റ് ബസ് ബിഷാറ വാങ്ങിച്ചത്. വാടകയുൾപ്പെടെയുള്ള 25,000-ഓളം രൂപയും കത്തി നശിച്ചിട്ടുണ്ട്. ബസ് കത്തിയതിനെ തുടർന്ന് മാക്കൂട്ടം ചുരംപാതയിലൂടെയുള്ള ഗതാഗതം 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. യാത്രക്കാർ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത്. മാക്കൂട്ടം ചുരത്തു നിന്നും ആബിദ് കീഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്.